വാളയാർ കേസിൽ പെൺകുട്ടികളുടെ ആത്മഹത്യ സ്ഥാപിക്കാൻ വിചിത്രവാദവുമായി CBI. പെൺകുട്ടികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിക്ക് വിസ്തീർണം കുറവായതിനാൽ കൊലപാതക സാധ്യതയില്ലെന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. 129 സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള 9 വയസ്സുകാരിയായ രണ്ടാമത്തെ പെൺകുട്ടിക്ക് ഉത്തരത്തിൽ തൂങ്ങി ആത്മഹത്യ ചെയ്യാനാകുമെന്നും മെഡിക്കൽ ബോർഡ് ഫോറൻസിക് വിദഗ്ധനെ ഉദ്ധരിച്ച് CBI കുറ്റപത്രത്തിൽ വാദിക്കുന്നു. വാളയാർ കേസിൽ കുട്ടികളെ കെട്ടിത്തൂക്കിയതാവാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തള്ളിയാണ് CBIയുടെ കുറ്റപത്രം. രണ്ടാമത്തെ പെൺകുട്ടിയുടെ മരണത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഫോറൻസിക് സർജൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. 129 സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള രണ്ടാമത്തെ പെൺകുട്ടിക്ക് ഉത്തരത്തിൽ കുടുക്കിട്ട് ആത്മഹത്യ ചെയ്യാനാവില്ലെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ 9 വയസ്സുകാരിക്കും മനോവിഷമത്താൽ ആത്മഹത്യ ചെയ്യാനാകുമെന്ന മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ ഉദ്ധരിച്ചാണ് CBI കുറ്റപത്രം നൽകിയത്. പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയുടെ വിസ്തീർണം കുറവായതിനാൽ കൊലപാതകം സാധ്യമല്ലെന്നും കുറ്റപത്രത്തിൽ CBI ചൂണ്ടിക്കാട്ടുന്നു. കുടുംബ പശ്ചാത്തലം, കുട്ടികൾ നേരിട്ട ലൈംഗികാതിക്രമം, കുറ്റവാളികളുടെ അടുത്ത സാന്നിധ്യം, അവരുടെ ഭീഷണി, കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ട പിന്തുണയുടെ അഭാവം തുടങ്ങിയവ ജീവനൊടുക്കാൻ കുട്ടിയെ പ്രേരിപ്പിച്ചേക്കാമെന്നും കുറ്റപത്രം പറയുന്നു. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ കുട്ടികളുടെ അമ്മ രണ്ടാം പ്രതിയാണ്. കുട്ടികളെ പീഡിപ്പിക്കുന്ന വിവരം അമ്മ അറിഞ്ഞിരുന്നുവെന്നും കുട്ടികളുടെ മുന്നിൽ പ്രതികളുമായി അമ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും കുറ്റപത്രത്തിൽ ആരോപണമുണ്ട്. കൊലപാതക സാധ്യത കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ട CBI കുട്ടികളുടെ അമ്മയ്ക്കെതിരെ അപവാദ പ്രചരണം നടത്തുകയാണെന്ന് വാളയാർ കേസിലെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജലജ മാധവൻ ആരോപിച്ചു. CBI ഇപ്പോൾ ചെയ്യുന്നത് ഒരു അപവാദ പ്രചരണം തന്നെയാണ്. CBIയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ഈ കേരളത്തിലെ ഒരു മാസിന് വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ആഘോഷിക്കുകയാണ്. ആ ആഘോഷമെല്ലാം തന്നെ ഒരു അപവാദ പ്രചരണമായി മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം കൃത്യമായൊരു തെളിവുകളൊന്നുമില്ല. ആ സ്ത്രീ മറ്റാരെങ്കിലുമായി ലൈംഗിക ബന്ധം പുലർത്തി എന്നതിന് പോലുള്ള തെളിവുകളൊന്നുമില്ല. 2 ആഴ്ച മുൻപാണ് CBI കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മീഡിയ 1 കൊച്ചി.